മാറ്റിവെച്ച ഹൃദയവുമായി 5 വർഷം പിന്നിടുന്ന സണ്ണി തന്റെ ജീവിതാനുഭവങ്ങൾ പറയുന്നു. അസുഖം മൂർച്ഛിച്ചപ്പോൾ എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാവുന്ന അവസ്ഥയിലായിരുന്നു. രാത്രി ഉറങ്ങുന്ന സമയത്ത് ഭാര്യ മൂക്കിൽ വിരൽ വെച്ച് നോക്കുമായിരുന്നുവെന്ന് സണ്ണി പറയുന്നു. മണിവീണ മൂഢമായി സണ്ണിയുടെ പാട്ട് ഇടയ്ക്ക് മുറിയുന്നുണ്ട്. ഇത് ഇങ്ങനെയൊന്നുമല്ല പാടേണ്ടതെന്നും സണ്ണിക്കും അറിയാം. പക്ഷേ ശ്വാസം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നൊരു കാലത്തു നിന്നുമാണ് ഈ മനുഷ്യൻ പുതിയ ജീവിതത്തിലേക്ക് നടന്നെടുത്തത്. ഏത് നിമിഷവും ജീവൻ നഷ്ടപ്പെട്ടേക്കാം എന്ന തോന്നലിൽ സണ്ണി ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട്. മാറ്റി വയ്ക്കുന്നതിന് മുമ്പുള്ളൊരു അവസ്ഥയില്ലേ, അത് ഓർക്കുമ്പോഴത്തേക്ക് വീട്ടിലുള്ളവർ വരെയും ഒരു ഞെട്ടലോടുകൂടിയാണ് അവർ കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഞാൻ കിടക്കുകയാണ്, കണ്ണടച്ച് ഉറക്കമില്ല, എപ്പോൾ വേണമെങ്കിലും മരണം വരാമെന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കി ഇങ്ങനെ കിടക്കുന്ന ഒരു അവസരമുണ്ട്. അപ്പോൾ ഇവൾ തൊട്ടപ്പുറത്ത് കിടക്കുന്ന വൈഫൈ, അവൾ വന്ന് കിടക്കും, പയ്യെ ഉറങ്ങുമ്പോൾ കൂർക്കമ്പലി നമുക്ക് കേൾക്കാം. ഞാനിങ്ങനെ കണ്ടിരിക്കുകയാണല്ലോ. അത് കഴിഞ്ഞ് പെട്ടെന്ന് അവൾ ഞെട്ടിടിക്കും. എന്നിട്ട് എൻ്റെ മൂക്കിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ നോക്കൂ, ശ്വാസം ഉണ്ടോ എന്നിട്ടാണ് പിന്നെ അവൾ പിന്നെ കിടക്കണം. അത്ര അന്നേരം നമ്മൾ കണ്ണടച്ച് കിടക്കുകയാണെങ്കിൽ നമുക്കിതറിയാം. ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് ദൈവത്തിൻ്റെ സയൻസും ജോസ് സാറിനെ സംബന്ധിച്ച് നമുക്ക് ശരി ഇതൊരു ദൈവം പോലെ തന്നെ പുള്ളി. എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു സണ്ണിയുടെ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. അവയവദാനം എല്ലാവരും ചെയ്യേണ്ടത് തന്നെയാണെന്ന് തൻ്റെ അനുഭവം തൊട്ട് സണ്ണി സാക്ഷ്യം പറയുന്നു. അവയവങ്ങൾ മരിക്കണതിന് മുമ്പ് മരിക്കുമ്പോഴത്തേക്കും കൊടുക്കണത് തന്നെയാണ് നല്ലത്. അത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവണത്. 3 തവണ ഈ ആശുപത്രിയിൽ ഹാർട്ട് വരും എന്നും പറഞ്ഞ് അവിടെ കൊണ്ടുപോയി കിടത്തി. പക്ഷേ അന്നേരമൊക്കെ അവസാന നിമിഷം ആൾക്കാർ പിൻവാങ്ങാം. എന്നിട്ട് 3 തവണ എന്നെ അങ്ങനെ അണുവിമുക്തമാക്കിയിട്ട് കുളിപ്പിച്ചൊക്കെ കിടത്തി. എന്നിട്ട് ഹാർട്ട് കിട്ടിയില്ല. എന്നിട്ട് 3ാമത്തെ തവണയാണ് കിട്ടണത്. നമ്മുടെ കാലശേഷം നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. എത്ര പേരാ ഈ മരണവും കാത്ത്, ഞാനൊക്കെ 2 വർഷത്തോളം മരണവും കാത്ത് നിന്നാണ് ഇത് കിട്ടുന്നത്. എന്നാൽ ഞാൻ ഒരിക്കൽ പോലും ഒരാൾ മരിക്കണേ എന്ന് പറഞ്ഞ് എനിക്ക് ഹാർട്ട് കിട്ടണമെന്ന് ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടുമില്ല. തനിക്ക് പുതുജീവിതം നൽകിയ കൊട്ടാരക്കര സ്വദേശി അനുജിത്തിൻ്റെ കുടുംബത്തോടുള്ള കടപ്പാടുകൾ വലുതാണ്. തൻ്റെ പ്രതിസന്ധികൾ മറികടന്നാൽ അവരെ കൂടി ഏറ്റെടുക്കണമെന്നതാണ് സണ്ണിയുടെ ആഗ്രഹം. ആരോഗ്യം മെച്ചപ്പെട്ടതോടെ തൻ്റെ മെഡിക്കൽ ഷോപ്പിൽ വീണ്ടും സജീവമായി. ഇഷ്ടമുള്ള പാട്ടുകളും മൂളി ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ ചേർത്തുവയ്ക്കുകയാണ് സണ്ണി എം തോമസ്. ന്യൂസ് 18 കൊച്ചി. ലോക ഹൃദയ ദിനത്തിൽ അപൂർവ ഹൃദയ സംഗമങ്ങൾക്ക് വേദിയായി എറണാകുളം ലിസി ആശുപത്രി. ലിസിയിൽ ഹൃദയ ചികിത്സ തേടിയവരും അവരെ ജീവിതത്തിലേക്ക് തിരികെ നടത്തിയ ഡോക്ടർമാരും ഒത്തുചേർന്നു. ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ വൊക്കേഷണൽ എക്സലൻസ് പുരസ്കാരം ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ മുല്ലശ്ശേരി അജിത് ശങ്കർദാസിന് സമ്മാനിച്ചു. സ്നേഹത്തിന്റെയും അതിജീവനത്തിന്റെയും അവിസ്മരണീയ കാഴ്ചയായിരുന്നു ലിസി ആശുപത്രിയിൽ ചേർന്ന ഹാർട്ട് കെയർ ഫൗണ്ടേഷന്റെ ഹൃദയ സംഗമം. ആശങ്കയുടെ നാളുകൾ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരികെ എത്തിയവരും അവരെ കൈപിടിച്ചു നടത്തിയ ഡോക്ടർമാരും ഒത്തുചേർന്നു. ലിസി ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് സ്വതന്ത്ര ഡയറക്ടർ വിജയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ഹൃദ്രോഗ ചികിത്സാ രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ ഒക്കേഷണൽ എക്സലൻസ് പുരസ്കാരം ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ മുല്ലശ്ശേരി അജിത് ശങ്കർദാസിന് സമ്മാനിച്ചു. ഓരോ ഹൃദയദിനവും അവസാനിക്കുന്നത് മറ്റൊരു ഹൃദയദിന ബോധവൽക്കരണത്തിന്റെ തുടക്കം കുറിച്ചാണെന്ന് ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം പറഞ്ഞു. നമുക്കറിയാം, ലോക ഹൃദയദിനം ലോകമെമ്പാടും ഒരു സെപ്റ്റംബർ 29 ആചരിക്കുന്നത്. അതായത് ഹൃദ്രോഗം നമ്മുടെ ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജീവൻ അപഹരിക്കുന്ന ഒരു രോഗമായിട്ട് മാറിയിരിക്കുകയാണ്. ക്യാൻസറിനേക്കാളും അതുപോലെ തന്നെ റോഡപകടങ്ങളെക്കാളും കൂടുതലായിട്ട് മനുഷ്യജീവിതങ്ങളെ അപഹരിക്കുന്ന ഒരു രോഗമാണ് ഹൃദ്രോഗം. അതിനെ തടയുക അല്ലെങ്കിൽ അതിനെ തടയാനുള്ള
എഡ്യൂക്കേഷൻ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ലോക ഹൃദയ ദിനത്തിനുള്ളത്. അതൊരു ദിവസം മാത്രമല്ല, അതൊരു വർഷത്തെ ആഘോഷങ്ങളുടെയും ആചരണങ്ങളുടെയും പരിസമാപ്തിയായിട്ടാണ് 29 സെപ്റ്റംബറിൽ നമ്മൾ ലോക ഹൃദയ ദിനം അവസാനിപ്പിക്കുന്നത്. ഈ ലോക ഹൃദയ ദിനം തീരുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അടുത്ത ലോക ഹൃദയ ദിനത്തിൻ്റെ പരിപാടികളുമായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസും ഞങ്ങളെപ്പോലെയുള്ള NGOസും ഹാർട്ട് കെയർ ഫൗണ്ടേഷനും എല്ലാം തുടരുകയാണ് ഞങ്ങളുടെ പ്രവർത്തനം. നമ്മുടെ സമൂഹത്തിൽ വളരെ സാധാരണമായിട്ട് സംഭവിക്കുന്ന ഇതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ തടയുക, അതൊരു പരിധിവരെ മാറ്റിവെക്കുക എന്നുള്ള ഉദ്ദേശമാണ് ലോക ഹൃദയ ദിനാചരണങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന പ്രാധാന്യം. ജോസ് ചാക്കോ പെരിയപുറത്തിന്റെ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരികെ വന്ന പത്തനാപുരം സ്വദേശി നൌഫൽ ഖാൻ തന്റെ അനുഭവം പങ്കുവച്ചു. 23-ാം തീയതിയാണ് സർജറിക്ക് വിധേയമായത്. ആൻജിയോപ്ലാസ്റ്റിയിൽ ബൈപ്പാസ് സർജറി തന്നെ പ്രിഫർ ചെയ്യുകയുണ്ടായി. ഉടനെ തന്നെ ഏറ്റവും നല്ല ചികിത്സാ കേന്ദ്രമെന്ന നിലയിൽ ജോസ് ചാക്കോ ഡോക്ടറുമായി ബന്ധപ്പെടുകയും അദ്ദേഹം 23/4/2025 എന്നെ സർജറിക്ക് വിധേയമാക്കി. ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് എനിക്ക് ലക്ഷോറ ആശുപത്രിയിൽ നിന്നുള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഹൃദയ സംഗമത്തോടനുബന്ധിച്ച ബോധവൽക്കരണ ക്ലാസുകളും വിദഗ്ധരുമായുള്ള സംവാദവും നടന്നു. ന്യൂസ് 18 കൊച്ചി. 10 വർഷമായി മറ്റൊരാളുടെ ഹൃദയവുമായി ജീവിക്കുന്ന പെരുമ്പാവൂർ സ്വദേശി ശിവൻ. നാട്ടുകാർ പിരിവെടുത്താണ് ശിവന്റെ ഓപ്പറേഷൻ നടത്തിയത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു. ഇപ്പോൾ ജീവിതമാർഗത്തിനായി ലോട്ടറി വിൽപ്പന നടത്തുകയാണ്. പെരുമ്പാവൂർ കേന്ദ്രമാക്കി ലോട്ടറി വിൽപ്പനയിലൂടെ ഉപജീവനം നടത്തുന്ന ശിവൻ 11 വർഷം മുൻപാണ് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പോലെ ഭീമമായ ചിലവ് വരുന്ന ചികിത്സകളിലേക്ക് പോകാൻ കഴിവുള്ള ആളുമായിരുന്നില്ല. നാട്ടുകാർ പിരിവെടുത്താണ് ശസ്ത്രക്രിയ നടത്തിയത്. ലിസി ആശുപത്രിയിൽ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിൻ്റെ നേതൃത്വത്തിൽ. ബുദ്ധിമുട്ട് പെട്ടെന്ന് ഒരു ശ്വാസമുട്ടുണ്ടായി. അങ്ങനെ പെരുമ്പാവൂർ ഗവൺമെൻറ് വന്നു. അങ്ങനെ അങ്ങോട്ട് വീട്ടിൽ വരും, വലിപ്പിച്ച് അവർ വിടും. വീണ്ടും അപ്പം തന്നെ വീട്ടിൽ വരും, വീണ്ടും വരും. അങ്ങനെയായി ലാസ്റ്റ് കളമശ്ശേരിയിൽ 1 മാസം കിടന്നു. അങ്ങനെ അവർ പറഞ്ഞു ഇനി മരുന്നില്ല, പിന്നെ അവർ വിചാരിച്ച ഇത് ആൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി മരുന്നില്ല. ഇനി അതിന് പ്രത്യേകിച്ച് കൂടി വന്ന ഒരു 1.5 മാസം ഡോക്ടർ പറഞ്ഞു ജീവിച്ചിരിക്കണം എന്ന്. എൻ്റെ ഭാര്യയുടെ എൻ്റെ അളിയൻ്റെ അടുത്ത്. അങ്ങനെ എൻ്റെ അളിയൻ വന്ന് സാറിന് എന്ന് എഴുതി തരാൻ പറഞ്ഞു, ജോസ് സാറിന്. അങ്ങനെ ജോസ് സാറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ 3 പേരും പോയി. അന്ന് സാറ് പറഞ്ഞു അന്ന് അവിടെ കിടത്തിയൊരു ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്ത് അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മോക്കടെ കല്യാണമാണ് പിറ്റേന്ന് വെച്ചത്. അപ്പോൾ സാറ് അന്ന് വിടാമെന്ന് പറഞ്ഞു. വീട്ടിൽ പിറ്റേ ദിവസം 6 മണിയായപ്പോൾ സാറ് വിട്ടെങ്കിലും വീട് വരെ എത്തിയിട്ട് വീണ്ടും എനിക്ക് പെട്ടെന്ന് ശ്വാസം വിട്ട് വീണ്ടും വന്ന് അവിടെ നിന്നിട്ട് വീണ്ടും പിറ്റേ ദിവസം വീണ്ടും വന്ന് അങ്ങനെ ഒരു 10-15 ദിവസം അവിടെ ലിസി കിടന്നു. അപ്പോൾ ചെക്കപ്പൊക്കെ നടത്തി കഴിഞ്ഞ് ഇനിയപ്പോൾ ഹൃദയം മാറ്റിവെക്കൽ മാത്രമേ ഇതുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. സാറിൻ്റെ അടുത്ത് അവിടെ പോന്നു. കഴിഞ്ഞ് ഒരു 2 മാസത്തിനുള്ളിൽ ഇത് കിട്ടിയിരിക്കുന്നത്. ഇടുക്കി സ്വദേശിയായ തോമസ് വർഗീസിൻ്റെ ഹൃദയമാണ് ശിവനിൽ സ്പന്ദിക്കുന്നത്. തോമസ് വർഗീസ് ആരാണെന്നോ എന്താണെന്നോ ശിവനിപ്പോഴും അറിയില്ല. ഒരു നല്ല മനുഷ്യൻ്റെ കുടുംബമെടുത്ത നിർണായക തീരുമാനത്തിലൂടെ താൻ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് എന്ന് മാത്രമറിയാം. 44-ാം വയസ്സിലായിരുന്നു ശസ്ത്രക്രിയ നടന്നത്. മരുന്നും പരിശോധനയുമെല്ലാം ഇപ്പോഴും തുടരുന്നു. കുടുംബത്തെ പുലർത്താൻ ഇപ്പോൾ ലോട്ടറി വിൽപ്പനയാണ്. ന്യൂസ് 18 കൊച്ചി.